ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ഇതായി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 1 ഇയർ ട്രിപ്പ് തായ്ലാൻഡിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 8:10. ഞങ്ങൾക്ക് 11 മണിക്കാണ് ട്രിപ്പ്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ ട്രിപ്പാണ് പോകുന്നത്. ഞങ്ങളപ്പം ഇവർ 8 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് 8 മണിക്ക് എത്തി. അപ്പോൾ ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവർ ഞങ്ങൾക്ക് ഓരോ ക്യാപ്പ് വീഴും. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഇവിടുത്തെ ഹർഷ എന്നാണ് തോന്നുന്നു പേര്. പുള്ളി ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരെ ഞങ്ങൾ ഫൈൻഡ് ഇപ്പം കുറേ പേര് ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ D3 പില്ലറിലാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ D3 പില്ലറിലേക്ക് എത്തി. ഇത് മൊത്തം നമ്മുടെ കൂടെ അതെ, ഈ കാണുന്നതെല്ലാം നമ്മുടെ കൂടെ വരുന്നവരാണ്. സോ അപ്പം പുള്ളി ഇപ്പോൾ ഓരോരുത്തരെ ഫൈൻഡ് ചെയ്ത് അവരവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഹാറ്റും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് പുള്ളി കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു. അതായത് നമുക്ക് പവർ ബാങ്ക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് കൊണ്ടുപോകത്തുള്ളൂ, ക്യാരി ബാഗിനകത്ത് ഇടല്ലേ. സോ നമ്മൾ കുറച്ച് പിന്നെ 100 ml മുകളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകത്തില്ല, അത് ക്യാരി ബാഗല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്. സോ അവൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ്. സോ നമ്മൾ ഇച്ചിരി ഹറിബറിയായിട്ട് കുറച്ച് ടൈം കിട്ടിയത്, നമ്മളെല്ലാം ഓടിച്ചാടി പറന്ന് വരുമായിരുന്നു. സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐപാഡാണ് കാണുന്നത്. നമ്മൾ ഐപാഡും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതെ, നല്ല വിശപ്പാണ്. ഇന്ന് ഭയങ്കര ഹറിബറി ചെയ്തു. അതായത് നമ്മൾ ഞങ്ങൾ ആക്ച്വലി എന്താ ചെയ്താലേ, അതായത് ഞങ്ങൾ ഇന്ന് എനിക്ക് വണ്ടി കഴിയാൻ പരിപാടി എല്ലാം ഉണ്ട്. കുറേ സാധനങ്ങൾ മേടിക്കുകയാണ്. ഈ കുറച്ച് വർക്ക് ടൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറേ പരിപാടി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് വർക്ക് ടൈറ്റ് ഉണ്ട്. നമ്മൾ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൻ്റേതായ കുറച്ച് ഇതുണ്ടായിരുന്നു. മടുത്ത സത്യം പറഞ്ഞാലേ ഒരു ഭയങ്കര ത്രില്ലോടെ. സാധാരണ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര ത്രില്ലല്ലോ അത്. പക്ഷേ ആക്ച്വലി ഇന്ന് ഭയങ്കര ത്രില്ലല്ലേ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര സ്പീഡപ്പായിട്ട കാര്യങ്ങൾ വന്നേ. സോ നമ്മളൊന്ന് ഇതിനകത്തൊരു അഡാപ്റ്റായി വരുന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് അവിടുത്തെ എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന അത്രേ ഉള്ളായിരിക്കും. പിന്നെ ഞങ്ങളെന്തായാലും ട്രൈപോഡ് എടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും അറിയത്തില്ല. അതെ, ഞങ്ങൾ 2 കാരണം എനിക്ക് ട്രൈപോഡ് ബാഗും ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബാഗേജ് വേറെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കയറ്റുമൊന്നും അറിയില്ല. ചിലപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ച് എന്നാണ് നമ്മുടെ ആൾക്കാർ പറയുക. സോ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് കിട്ടിയ ക്യാപ്പ് ഇതാണ്. അതെ, ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഹോൾഡർ ഐഡന്റിഫൈ ഉള്ള ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം കൊണ്ട് വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെക്കിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. 3 ഇഡലിക്ക് 390 രൂപയൊക്കെയാണ് ഗൈസ് അവിടെ കണ്ടത്. നിങ്ങളൊരു ഷോർട്സിൽ കണ്ടു കാണുമല്ലോ. അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം ഞങ്ങളൊരു ബർഗർ ഓർഡർ ചെയ്തു. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റ് വെയിറ്റും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരബദ്ധം പറ്റി ഞങ്ങൾക്ക്. കോമഡിയാണ്. ഞങ്ങൾക്ക് കറി ട്രീ കാണാം. ഈ കറി ട്രീയുടെ പ്രത്യേകത എന്തെന്നാൽ 3 ഇടിയപ്പം, ഒരു എഗ് റോസ്റ്റ്, ഒരു ചായ, വെറും 628 രൂപയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ നേരത്ത് ഇടിയപ്പം കണ്ടപ്പോൾ ഇടിയപ്പത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ റേറ്റ് എന്ന് ഓർത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസം. 628 രൂപ. ഞാൻ ഓർക്കും എയർപോർട്ടിന് അതല്ല കളയാൻ തുടങ്ങിയാലോ എന്നാ റേറ്റ്. അവസാനം ഞങ്ങൾ ഗതിയില്ലാതെ 2 ബർഗർ മേടിച്ചു. 600 രൂപ ഒരു ചീസിന് എക്സ്ട്രാ കൊട്ടൊരു 650 രൂപയ്ക്ക് 2 ബർഗർ. കോമഡി അതല്ല, ഈ ബർഗറിൻ്റെ 300 രൂപ ബർഗറിൻ്റെ സൈസ്. 300 രൂപ അത്ര ഇല്ലല്ലോ ദൈവമേ. ഞാൻ എയർപോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ റേറ്റൊക്കെ തന്നെയാണ്. എന്നാലും കൊള്ളാം. ഗൈസ് നമ്മളപ്പം നമ്മുടെ ഗേറ്റിലേക്ക് പോകണം. ഗേറ്റ് 5 എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. അപ്പം നമ്മളിനി നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഗൈസ്. അപ്പം ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം അല്ലേ വെച്ച്. ഇങ്ങനെ ഇന്ന് നമ്മൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആഫ്റ്റർ എ ലോങ് ടൈം കുടിക്കുകയാണ്. ഇനി എന്താണ് ഷോർട്സ് ഇടേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ദേ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫൈനൽ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കുറേ പ്രോസസ്സിനൊക്കെ ശേഷം. ശരിക്കും ഞാൻ ഇന്ന് ഫ്ലൈറ്റിൽ കയറുന്ന സംഭവം സീരിയസ്ലി ഞാൻ വെറുത്തു. ടീച്ചർ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നത്തെ നിന്ന് മടുത്ത് ഗൈസ്. ഞങ്ങൾ കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കാൻ പറ്റില്ല ഗൈസ്, സ്പേസ് ഇല്ല. ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുപ്പിയിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ഗൈസ്. എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചായിരുന്നു ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി വന്നപ്പോൾ ഒട്ടും സമയമില്ലാതെ ഞങ്ങൾ ഇത്രയും ബഹളി പിടിച്ചൊരു ട്രിപ്പിന് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു വിഷമം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി ഗൈസ്.
സോ ഹാപ്പിയാണ്. അപ്പം ഇനിയിപ്പം എക്സൈറ്റഡ് ആണ്. കണ്ണൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ അവൻ്റെ എന്നാലും ഇടിയപ്പത്തിനും മുട്ടക്കറിക്കും ചായക്കും കൂടെ 650 രൂപ. എന്താണ് ഇതൊക്കെ? ഞങ്ങൾ എവിടെ പോയാലും ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ വാങ്ങിക്കരുത് പൈസ ചിലവാക്കലെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലവാക്കുന്ന വ്യക്തികളാണ് കേട്ടാ. എന്നാലും ഈ 250 രൂപ ഒരു ചായക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാം. എന്നാൽ പോലും ഞാൻ എന്നിട്ടും പുട്ട് പോലെ അത് മേടിച്ച് ചിലർ കഴിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പക്ഷെ എനിക്ക് ഇപ്പം നമ്മുടെ കാശ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ചായക്ക് 250 രൂപ മേടിച്ച് കഴിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും വാങ്ങിച്ചു തരണം. പക്ഷെ ഇന്ന് മാത്രം കണ്ണൻ ഭയങ്കരമായിട്ട് വേണ്ട അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ണൻ്റെ വായി നിന്നാണ് കേസ് ആദ്യമായിട്ട് കേൾക്കുന്നത്. സോ എന്തായാലും കണ്ണൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം അവന് ഇപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കുറേ സീറ്റ്സൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ അവിടെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. സോ ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ ഫ്ലൈറ്റ് വന്നു. അപ്പോൾ കണ്ണൻ അതിൽ കയറുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ കേട്ടോ. അവനേക്കാൾ കൂടുതൽ അവനൊരു കുട്ടീനെ പോലെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ തായ്ലൻഡിൽ നമ്മുടെ നാട്ടിലെ ഒരു 4-5 മണിയൊക്കെ ആയപ്പം 5 തോന്നുന്നു അപ്പോൾ എത്തി. നമ്മൾ തായ്ലൻഡിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡ് വരാനും കുറേ പ്രോസസ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേ അവിടെ നിന്ന് തന്നെ നമുക്കൊരു വെൽക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തായ് റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതാണ് തായ് ഡ്രസ്സ്. ആ ഡ്രസ്സ് ഇട്ട കുട്ടി നമ്മൾ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കും കേട്ടോ. അപ്പം നമുക്ക് വിട്ടായിരുന്നു, അതും ദേ വരുന്നുണ്ട് കേട്ടോ പുറകെ. അതിന് ശേഷം നമുക്കൊരു ബസ്സിലേക്ക് കയറുവാണ്. അപ്പോൾ ആ ബസ്സിലായിരുന്നു നമ്മുടെ 5 ദിവസത്തെ ട്രിപ്പും നമ്മൾ എല്ലാ സ്ഥലത്തും പോയത് ആ ബസ്സിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ജൂൺ. അപ്പോൾ എൻഡ് ഓഫ് ദിസ് വീഡിയോ സംസാരിക്കുന്ന പുള്ളിക്കാരിയാണ്. അപ്പം നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ അല്ല ഒരു സ്നാക്സ് അവർ തന്നു നമ്മളെ വെൽക്കം ചെയ്തു. അപ്പോൾ അവൻ ഷുഗർ ഡയറ്റൊക്കെ പൊട്ടി എന്നൊക്കെ പറയണം. അപ്പം നേരെ ഈ ഒരു യാത്ര പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. അപ്പോൾ തായ്ലൻഡിലെ നമ്മുടെ സ്ഥലങ്ങളെല്ലാമായിട്ട് ഞങ്ങൾ ഓടി വരാം. അപ്പം ബൈ.